ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെപ്റ്റർ സിസ്റ്റത്തിൽ കോസ്റ്റ് പ്രൈസ് മെത്തേഡാണ് പറയുന്നത്. കോസ്റ്റ് പ്രൈസ് മെത്തേഡിൽ ഇത്ര നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, എന്തുണ്ടാവില്ല, പ്രോഫിറ്റ് ആഡ് ചെയ്യാത്ത പ്രൈസാണ്. ജസ്റ്റ് എത്രയ്ക്കാണോ ആ പർട്ടിക്കുലർ ഗുഡ്സ് പർച്ചേസ് ചെയ്ത കോസ്റ്റ് എത്രയാണോ അതേപോലെ തന്നെ അതിന് പർച്ചേസ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള സർട്ടൺ എക്സ്പെൻസസ് ഉണ്ടാവും. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ടാണ്. ഇപ്പോൾ നമ്മളിപ്പം ഒരു ബണ്ടിൽ ഗുഡ്സ് എന്ത് ചെയ്യുന്നു, ഇപ്പം ഹെഡ് ഓഫീസ് ഒരു ബണ്ടിൽ ഗുഡ്സ് ഒരു 50,000 വാങ്ങിക്കുകയാണ് പുറത്തുനിന്ന്. അതിനിപ്പോൾ ഒരു 200 എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് ടോട്ടൽ? 50,200 റുപ്പീസ്. ഈ എമൗണ്ടിൽ തന്നെയായിരിക്കും ആ ബണ്ടിൽ പർട്ടിക്കുലർ ഗുഡ്സ് ആർക്ക് കൊടുക്കുന്നത്? ബ്രാഞ്ചിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ബ്രാഞ്ച് ഹെഡ് ഓഫീസിൻ്റെ അടുത്തുനിന്ന് പർട്ടിക്കുലർ ബണ്ടിൽ ഗുഡ്സ് സ്വീകരിക്കുമ്പോൾ അതിനുള്ള കോസ്റ്റ് എത്രയായിരിക്കും? 50,200 റുപ്പീസ് ആയിരിക്കും. അതിലെന്ത് ആഡ് ചെയ്യില്ല? പ്രോഫിറ്റ് ആഡ് ചെയ്യില്ല. അതാണ് കോസ്റ്റ് പ്രൈസ് മെത്തേഡ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഏതൊക്കെയാണ് ജേർണൽ എൻട്രീസ് നോക്കാം. ജേർണൽ എൻട്രീസ് ഇൻ ഹെഡ് ഓഫീസ് ബുക്സ്. അപ്പോൾ നമ്മൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിനെ കുറിച്ചാണ് പറയുന്നത്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ കേസിൽ ഓവറോൾ എല്ലാ ബുക്സും അക്കൗണ്ട്സും അല്ലെങ്കിൽ ഡാറ്റാസും എൻട്രി ചെയ്യുന്നതും റെക്കോർഡ് ചെയ്യുന്നതും ആര് തന്നെയാണ്? ആ പർട്ടിക്കുലർ ബ്രാഞ്ചിനെ കുറിച്ചിട്ടുള്ള ഓവറോൾ ഡീറ്റെയിൽസ് ഹെഡ് ഓഫീസാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഇപ്പം നിങ്ങൾ നോക്കുക, ഒരു ബിസിനസ് ആവുന്ന സമയത്ത് ബിസിനസ്സിന് എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും അല്ലേ? നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് ബിസിനസ്സിന് എത്ര ക്യാപിറ്റലുണ്ട്, എത്രത്തോളം അസറ്റ് ഉണ്ട്, കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പം ബ്രാഞ്ചിൻ്റെ കേസിൽ, ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ കേസിൽ ഈ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുക ഹെഡ് ഓഫീസാണ്. എൻ്റെ ഹെഡ് ഓഫീസിൻ്റെ മേജർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത്. അവരുടെ കോൺട്രിബ്യൂഷൻ എടുത്തിട്ട് ഒരു ബ്രാഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ അവരുടെ ഒരു ബ്രാഞ്ച് തുടങ്ങുക. അപ്പോൾ ആ ബ്രാഞ്ച് എന്തേ കീപ്പ് ചെയ്യുള്ളൂ? ആ ബ്രാഞ്ചിലേക്ക് വന്ന ഗുഡ്സ് വിറ്റതിലുള്ള ക്യാഷ് കിട്ടിയതും ക്യാഷ് കിട്ടാനുള്ളതും കാര്യങ്ങൾ മാത്രമേ ആര് കീപ്പ് ചെയ്യുള്ളൂ? ആ ബ്രാഞ്ച് കീപ്പ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള ബ്രാഞ്ചിന് എത്ര ആസ്തി ഉണ്ട്, അതുപോലത്തെ അതായത് അസറ്റ് എത്ര ഉണ്ട്, ലാബിലിറ്റീസ് എത്ര ഉണ്ട്, ഇതെല്ലാം, അതായത് ക്യാപിറ്റലൊക്കെ എത്ര വരുന്നു, ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് ആരാണ്? ഹെഡ് ഓഫീസാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഹെഡ് ഓഫീസിൻ്റെ ബുക്സിൽ എന്തൊക്കെയാണ് ജേർണൽ എൻട്രി വരുന്നത് നോക്കാം. അപ്പം ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ കേസിൽ മേജറായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് എന്ത് അക്കൗണ്ടാണ്? ബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്ത എല്ലാ ഡീറ്റെയിൽസും, അതായത് ഒരു ബ്രാഞ്ചിൻ്റെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും വരേണ്ട എല്ലാ ഡീറ്റെയിൽസും ബ്രാഞ്ച് അക്കൗണ്ട് എന്നുള്ളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഡാറ്റാസ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഇനി പറയാൻ പോകുന്ന ഈ ജേർണൽ എൻട്രീസ് ഇൻ ഹെഡ് ഓഫീസ് ബുക്സിൽ എല്ലാ ജേർണൽ എൻട്രിയിലും എന്തുണ്ടാവും? ബ്രാഞ്ച് അക്കൗണ്ട് ഒന്നുകിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും, ഒന്നുകിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഈ എൻട്രീസ് എല്ലാം ഏത് അക്കൗണ്ടിലേക്ക് പോകേണ്ടതാണ്? ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് പോകേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. ടു റെക്കോർഡ് ഓപ്പണിംഗ് ബാലൻസസ് ഓഫ് അസറ്റ്സ് ലൈക്ക് സ്റ്റോക്ക്, പെറ്റി ക്യാഷ് ആൻഡ് അതർ അസറ്റ്സ്. ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരുന്ന അസറ്റ്സുകളെല്ലാം എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് നോക്കാം. അത് ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ടു ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട്, ടു ബ്രാഞ്ച് അതർ അസറ്റ്സ്. ഓക്കെ, ഇങ്ങനെയാണ് അസറ്റ്സിനെ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുക. അതായത് ബ്രാഞ്ച് അക്കൗണ്ടിന് ഡെബിറ്റാണ് ചെയ്യുന്നത്. അത് അസറ്റ്സ് എല്ലാം നമ്മൾ എന്താ ചെയ്യുക? ക്രെഡിറ്റ് ആയിട്ടാണ് നോട്ട് ചെയ്യുക. ദാറ്റ് മീൻസ് ബ്രാഞ്ച് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യും. അപ്പം ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട്, ബ്രാഞ്ച് അസറ്റ് അക്കൗണ്ട്. അതർ അസറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടു റെക്കോർഡ് ഓപ്പണിംഗ് ബാലൻസസ് ഓഫ് ബ്രാഞ്ച് ലയബിലിറ്റീസ്. നമ്മൾ അസറ്റ്സിനെല്ലാം എന്താണ് ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റാണ് ചെയ്തത്. ലാബിലിറ്റീസിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ബ്രാഞ്ച് ലാബിലിറ്റീസ് എല്ലാം നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ് ചെയ്യുക. ബ്രാഞ്ച് ലാബിലിറ്റീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ടു മീൻസ് ക്രെഡിറ്റ് ആണ് നമ്മളിവിടെ ബ്രാഞ്ച് അക്കൗണ്ടിന് ചെയ്യുന്നത്. ബ്രാഞ്ച് ലാബിലിറ്റീസിന് ഡെബിറ്റ് ആണ്, ബ്രാഞ്ച് അക്കൗണ്ടിന് എന്താ ചെയ്യുന്നത്? ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് എന്ത് ചെയ്യുക? നമുക്ക് ഈ ലാബിലിറ്റീസ് റെക്കോർഡ് ചെയ്യാണ്ടാവുക. അപ്പോൾ ഇത് ബ്രാഞ്ച് അക്കൗണ്ട് ആണെങ്കിൽ ഇത് ക്രെഡിറ്റ് സൈഡും ഇത് ഡെബിറ്റ് സൈഡും. അതിൽ നമ്മൾ അസറ്റ്സ് എല്ലാം ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു അസറ്റ്സ് എല്ലാം നമ്മൾ നോട്ട് ചെയ്യും. ഈ ലാബിലിറ്റി നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബ്രാഞ്ച് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിലാണ് നോട്ട് ചെയ്യുക. കാരണം ബ്രാഞ്ച് അക്കൗണ്ടിനെ നമ്മളിവിടെ ലാബിലിറ്റീസിൻ്റെ കേസിൽ ക്രെഡിറ്റാണ് ചെയ്തത്. സോ ക്രെഡിറ്റ് സൈഡിൽ ബ്രാഞ്ച് ലാബിലിറ്റീസ് എന്ന് റെക്കോർഡ് ചെയ്യാനാണ് ഉണ്ടാവുക.
ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ബ്രാഞ്ചിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സും ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബ്രാഞ്ച് ലയബിലിറ്റീസും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി, ഈ ബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ബ്രാഞ്ചിൽ എത്രത്തോളം അസറ്റ്സും ലയബിലിറ്റീസും ഉണ്ടോ ഇതെല്ലാം എന്താണ്, ഹെഡ് ഓഫീസിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ശരിക്കും ഹെഡ് ഓഫീസിൻ്റെ പിന്നെ എമൗണ്ട് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ അസറ്റ്സും ലയബിലിറ്റീസും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് ഗുഡ്സ് സെൻഡ് ടു ദ ബ്രാഞ്ച്. ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസ് ഗുഡ്സ് സെൻഡ് ചെയ്യാണ്. ഗുഡ്സ് സെൻഡ് ടു ദി ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യാണ്. അപ്പം ബ്രാഞ്ചിലേക്ക് സാധനം വരും, അതായത് ഗുഡ്സ് ബ്രാഞ്ച് സ്വീകരിക്കുകയാണ് ചെയ്യുക. എന്താണ്, ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ച് അക്കൗണ്ടിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഗുഡ്സ് റിട്ടേൺ ബൈ ദ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ്. ഇനി എന്തെങ്കിലും കേസിൽ ഇപ്പം ഗുഡ്സ് തിരിച്ച് എന്ന് വെച്ചാൽ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് കൊടുത്തു, അപ്പോൾ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് കൊടുക്കും. ഇൻ കേസ് എന്തെങ്കിലും പിന്നെ പ്രൊഡക്റ്റ് ഡാമേജോ ഇൻ കേസ് അതില്ലെങ്കിൽ അത്ര ബണ്ടിൽ വേണ്ട എന്നുള്ളതെന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് തിരിച്ച് സെൻഡ് ചെയ്ത ഗുഡ്സ് തിരിച്ച് റിട്ടേൺ ചെയ്യും ഹെഡ് ഓഫീസിലേക്ക്. അങ്ങനെയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ജേണൽ എൻട്രി കൊടുക്കുക. നമ്മൾ ഗുഡ്സ് ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് നേരെ ഓപ്പോസിറ്റ്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്, നേരെ ഓപ്പോസിറ്റ്. അതായത് ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസ് ട്രാൻസ്ഫർ ചെയ്തപ്പം ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ചിൽ നിന്ന് എന്തെങ്കിലും കാരണവശാൽ തിരിച്ച് ഹെഡ് ഓഫീസ് തന്ന ഗുഡ്സ് തിരിച്ച് എങ്ങോട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്, ഹെഡ് ഓഫീസിലേക്ക് തന്നെ ബ്രാഞ്ച് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് എൻട്രി, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് ട്രാൻസാക്ഷൻ, വെൻ ഹെഡ് ഓഫീസ് മീറ്റ് ബ്രാഞ്ച് എക്സ്പെൻസസ്. ഈ BR എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രാഞ്ചാണ്. വെൻ ഹെഡ് ഓഫീസ് മീറ്റ്സ് ബ്രാഞ്ച് എക്സ്പെൻസസ് ഓർ സെൻസ് ക്യാഷ് ടു ദി ബ്രാഞ്ച് to meet expenses like salary, rent, petty cash, etc. അതായത് ഇപ്പം ബ്രാഞ്ച് എന്ത് ചെയ്യാണ്, ബ്രാഞ്ചിന് എക്സ്പെൻസസ് ഉണ്ടാവും, പെറ്റി എക്സ്പെൻസസ് ഉണ്ടാവും. അതായത് ആ പർട്ടിക്കുലർ ബ്രാഞ്ചിലുള്ള റെൻറ്റ് കൊടുക്കണം, പെറ്റി ക്യാഷ് എക്സ്പെൻസസ് വരും, അതേപോലെ തന്നെ സാലറി കൊടുക്കാനുണ്ടാവും. അപ്പം അങ്ങനത്തെ എക്സ്പെൻസസിന് വേണ്ടി നമ്മൾ പറഞ്ഞു, ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ കേസിൽ എല്ലാ എക്സ്പെൻസസും ആരായിരിക്കും മീറ്റ് ചെയ്യുന്നത്, ഹെഡ് ഓഫീസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഹെഡ് ഓഫീസ് ആ പർട്ടിക്കുലർ ബ്രാഞ്ചിലേക്ക് വേണ്ട ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ക്യാഷ് റെമിറ്റ് ചെയ്യുമ്പോൾ, ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവിടെ ജേണൽ എൻട്രി വരുന്നത് ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ആണ്. അപ്പോൾ ഹെഡ് ഓഫീസിൻ്റെ ബുക്സാണ് നമ്മൾ പറയുന്നത്. അപ്പം ഹെഡ് ഓഫീസിൻ്റെ കയ്യിൽ നിന്നാണ് ക്യാഷ് ബ്രാഞ്ചിലേക്ക് പോകുന്നത്, അതുകൊണ്ടാണ് ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. ബിസിനസ്സിൽ നിന്ന്, അതായത് ഹെഡ് ഓഫീസിൻ്റെ കയ്യിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത്. ആർക്കാണ് കിട്ടുന്നത്, ബ്രാഞ്ചിലേക്കാണ് ക്യാഷ് പോകുന്നത്. സോ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഫ്രം ദ ബ്രാഞ്ച് ഇൻ റെസ്പെക്ട് ഓഫ് ക്യാഷ് സെയിൽസ് ഓർ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ഡയറക്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ്. അതായത് ഇവിടെ നമ്മൾ എക്സ്പെൻസസിനുള്ള ക്യാഷ് അങ്ങോട്ട്, അതായത് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് കൊടുത്തതാണ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനായിട്ട്. ഇവിടെ പറയുന്നത് ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് കൊടുക്കുക. കാരണം ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് കൊടുത്തിട്ടുള്ള ഗുഡ്സ് വിൽപ്പന നടത്തിയിട്ട് സെയിൽ കണ്ടക്ട് ചെയ്തിട്ട് കിട്ടിയ ക്യാഷ് ഹെഡ് ഓഫീസിലേക്ക് കൊടുക്കുമ്പോൾ നേരെ തിരിച്ച് ട്രാൻസാക്ഷൻ ജേണൽ എൻട്രി വരും. കാരണം ഇപ്പോൾ ഹെഡ് ഓഫീസിലേക്കാണ് എമൗണ്ട് വരുന്നത്. കാരണം ബ്രാഞ്ച് സെയിൽ കണ്ടക്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള എമൗണ്ട് തിരിച്ച് ബ്രാഞ്ചിലേക്ക് കൊടുക്കുകയാണ്. സോ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്, ഹെഡ് ഓഫീസിൻ്റെ ബുക്സാണ്, ഹെഡ് ഓഫീസിലേക്ക് ക്യാഷ് വരികയാണ്. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്, ആരാ ക്യാഷ് തരുന്നത്, ബ്രാഞ്ചിൽ നിന്നാണ്. സോ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ജേണൽ എൻട്രി ടു റെക്കോർഡ് ക്ലോസിംഗ് ബാലൻസസ് ഓഫ് ബ്രാഞ്ച് അസറ്റ്സ് ലൈക്ക് സ്റ്റോക്ക് എക്സെട്ര. ഇനി ഒരു ബ്രാഞ്ച് അക്കൗണ്ട് പർട്ടിക്കുലർ പീരീഡിൽ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ അസറ്റ്സിലെ ക്ലോസിംഗ് ബാലൻസ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്തിരുന്നത് ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു, ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്തത് ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്,
ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ടു ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് ആയിരുന്നു. ക്ലോസിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യാനായിട്ട് നേരെ ഓപ്പോസിറ്റ് ജേണൽ എൻട്രി. നമ്മൾ ഡെബിറ്റ് ചെയ്ത ജേണൽ എൻട്രീസ് എല്ലാം ക്രെഡിറ്റ് ചെയ്ത ജേണൽ എൻട്രീസ് എല്ലാം ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ഡെബിറ്റാണ് ചെയ്യുന്നത്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ലാബിലിറ്റീസിൻ്റെ കേസിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസിന് ലാബിലിറ്റീസ് നമ്മൾ ഡെബിറ്റ് ആയിരുന്നു ചെയ്തത്. ഇവിടെ നമ്മൾ ടു റെക്കോർഡ് ക്ലോസിംഗ് ബാലൻസസ് ഓഫ് ബ്രാഞ്ച് ലാബിലിറ്റീസിൻ്റെ ക്ലോസിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യുന്നത് ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് ലാബിലിറ്റീസ് എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ബാലൻസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ക്ലോസിംഗ് ബാലൻസ് എൻട്രി വരിക. അത് അസറ്റ് ആണെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് കൊടുക്കുന്നത്. ക്ലോസിംഗ് ബാലൻസ് അസറ്റ് ക്രെഡിറ്റ് സൈഡിലാണ് കൊടുക്കുക. അതായത് ബ്രാഞ്ച് അക്കൗണ്ടിന് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ബ്രാഞ്ച് അക്കൗണ്ടിന് ക്രെഡിറ്റ് ആണ് ചെയ്യുക. അങ്ങനെയാണ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് അറ്റ് ദ ബ്രാഞ്ചിൻ്റെ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇവിടെ നമ്മൾ ബ്രാഞ്ച് എന്നൊക്കെ BR അതുപോലെ തന്നെ ജനറൽ പ്രോഫിറ്റിൽ GEN കൊടുത്തതൊക്കെ നിങ്ങൾ ഫുൾ എഴുതിക്കൊണ്ടു. കാരണം പിന്നെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയാതിരിക്കേണ്ട. ഓക്കെ, ദെൻ നെക്സ്റ്റ് ട്രാൻസ്ഫർ ഓഫ് ബാലൻസ് ഇൻ ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഗുഡ്സ് അതായത് എന്തെങ്കിലും ബ്രാഞ്ച് അക്കൗണ്ട് ട്രാൻസ്ഫർ ഓഫ് ബാലൻസ് ഇൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിലെ ബാലൻസ് ഉണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. അതായത് ഹെഡ് ഓഫീസിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ജേണൽ എൻട്രി വരുന്നത്. ഇനി എങ്ങനെയാണ് ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അത് അടുത്ത വീഡിയോയിൽ പറയാം.